ഈ വേലിമേ കിടക്കുന്ന പാമ്പിൻ്റെ അടുത്ത് കഴുത്തിലിടാറില്ല, അങ്ങനെയുള്ള 2 വേലിമേ കിടക്കുന്ന പാമ്പാണ് കേട്ടോ അത്. അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞാണ് വെറുതെ വൈകുന്നേരമായപ്പോൾ പിന്നെ ലൈമ കുടിക്കാണ്ടെങ്കിൽ പോരുമെന്ന് പറഞ്ഞു. ഞാനും ഉമ്മയും കൂടി ഒരു സ്ഥലം വരെ പോയിട്ട് വരേനു. അപ്പോൾ അവർ പറഞ്ഞു അതാണ്. അങ്ങനെ ഇവർ നല്ല കുട്ടികളായിട്ട് ലൈമൊക്കെ കുടിക്കാൻ കയറിയത്. ലൈമും കട്ട്ലറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ പറഞ്ഞു ഇവർക്ക് ഈ ഷെയ്ക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ ബട്ടർ ഷേക്കും ഒരാൾ പിന്നെ ചിക്കുൻ്റെതാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഇവർ രണ്ടാളിനെ അത്യാവശ്യം മുടിപ്പിച്ചിട്ടാണ് അവിടുന്ന് പോയത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബേക്കറിയിൽ കയറി. ന്യൂ ഇയറിൻ്റെ ഒക്കെ ടൈം ആയതുകൊണ്ട് ഇഷ്ടം പോലെ കേക്ക് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നോക്കി നിന്നാണ് കേട്ടോ. പണ്ട് ഇങ്ങനെയൊക്കെ കേക്ക് നോക്കി കാരണാൽ ഒരു രസമാണല്ലോ. പണ്ട് നോക്കിക്കുമ്പോൾ അത് കിട്ടിയാൽ കൂടി കൊള്ളാമെന്നുള്ളൊരു ധൈര്യം. ഇപ്പം പക്ഷേ അങ്ങനത്തെ അതൊന്നുമില്ല. അപ്പോൾ ഇപ്പം നല്ല അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ മസ്കാ ബണ്ണ്. അപ്പോൾ ഞാൻ ഇതുവരെ ടേസ്റ്റ് നോക്കിയില്ല കേട്ടോ. പിന്നെ ഈ ബേക്കറിയിലെ ഈ ഒരു മിൽക്ക് ബണ്ണും ഭയങ്കര ഫേമസ് ആണ്. പക്ഷേ എനിക്ക് എന്താ അറിയില്ല, ഈ ബണ്ണ് ബ്രെഡ് എന്ന് പറയുന്ന സംഭവം പണ്ടേ കണ്ടുകൂടാ കേട്ടോ. അപ്പോൾ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇവരെന്തായാലും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ കുഴപ്പമില്ല. ബന്നിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല അടിപൊളി സംഭവമാണ്. കാണാനും നല്ലൊരു ഫ്ലഫി ലുക്ക് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് അവിടുന്ന് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ കുറച്ച് നട്ട്സ് ഉണ്ടായിരുന്നു, അതും വാങ്ങി കേട്ടോ. പിന്നെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. കട്ട് ചെയ്യും. ഇതപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയ സമയത്തുള്ളൊരു ക്ലിപ്സും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ പെരുമണ്ണങ്ങാടി. വൈകുന്നേരമായാൽ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി നിന്നതാണ്. പിന്നെ വണ്ടി അപ്പുറത്തെ സൈഡിലാണ് വെച്ചത്. അപ്പുറത്ത് പോലീസ് ജീപ്പ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു ഹെൽമെറ്റേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അവർ പോകുന്നത് വരെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം പിന്നെ അവിടെ നിൽക്കേണ്ടി വന്നു.